ഈ കൊച്ചാപ്പക്ക് പിള്ളേരുടെ സ്വഭാവോ ചില തെണ്ടി പിള്ളേരുടെ നമ്മൾ എന്തും കാണിക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ വിഭാഗം നേരത്തെ റീച്ചിന് വേണ്ടി കാണിച്ചുകൊണ്ടിരുന്ന തുണിയടിച്ചിട്ടുള്ള ആട്ടലായിരുന്നുണ്ടെങ്കിൽ എനിക്കും രണ്ടും തിരിച്ചെടുക്കാനാവില്ല. അത്ര കോമൺ സെൻസ് ഇല്ലാത്ത ഒരാളെന്നാണോ നിങ്ങൾ എന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? നമ്മളെ പറമ്പിൽ വന്ന് പട്ടികളെ തൂറി വെക്കാറില്ലേ? നല്ല തമാശക്കാരനാണല്ലേ. കുറെ ആൾക്കാര് നമ്മളതങ്ങ് കോരി കളഞ്ഞിട്ട് അവന്മാരോട് ചന്തി എഴുതിട്ട് പോകാൻ പറഞ്ഞാൽ മതി. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഞാൻ ചന്തി കരുതുന്ന കയ്യാ. എന്തൊട്ട് വൃത്തിയോടൊക്കെ ഒരു സദസ്സിലിരുന്ന് പറയണത്. അവള് ചിരിച്ചല്ല, ചിരിച്ച് കളിയാക്കി ചിരിച്ചോണോ. നീ എന്താ ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നത്? അല്ലെങ്കിൽ നീ എന്റെ നെഞ്ചത്ത് കയറുന്നതാണല്ലോ. எனக்கு கல்யாணம் ஆனா 5 குழந்தைங்களாவது வேணும்னு ஆசை. നിനക്ക് എത്ര പിള്ളേരെ വേണമെന്നായിരുന്നു നിന്റെ ആഗ്രഹം? ഇവക്ക് അഞ്ച് മക്കളെ വേണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ IVF അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി പ്രസവം നിർത്തിയ ഒരാൾക്ക് പ്രഗ്നന്റ് ആകണം എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. അച്ഛൻ ലക്ഷ്മി വഴക്ക് പറയാറുണ്ടോ? ഇല്ല. നീയാണോ പറയേണ്ടത്? ഞാൻ പൊന്നിനോടോ ചോദിച്ചത്. എന്ത് കോവയ്ക്ക മൊണ്ണേടാ. അമ്മയെ റെസ്പെക്ട് ചെയ്യാത്ത, സ്വന്തം ജീവിതം മാത്രം നോക്കി കേരളത്തിൽ നല്ലവരായ രണ്ടാൾക്കാരേ ഉള്ളൂ. ആരൊക്കെയാ? ഒന്ന് ഞാനും ഒന്ന് നീ. തലകുത്തി നിന്ന് നീയൊക്കെ മറിഞ്ഞാലും ഞാൻ എടുക്കുന്ന നിലപാടുകളിൽ നിന്നോ ഞാൻ എടുക്കുന്ന സ്റ്റാൻഡുകളിൽ നിന്നോ മാറ്റം. ഞാൻ പറഞ്ഞു വന്നത് ഇയാള് പറഞ്ഞു, ആരെങ്കിലും പറയണ്ടെന്ന് പറഞ്ഞോ? പറയാൻ വന്നത് മറന്നുപോയി. ആരൊക്കെയാന്ന് പറ. ഞാനും എപ്പിയും തങ്കു മുത്തു. അച്ഛൻ വന്നോ? ഇല്ല. മക്കള് എത്ര മണിക്കാ പോയിട്ട് തിരിച്ചു വന്നേ? 11 രാവിലെ രാത്രിയിലോ? രാത്രി. മെനഞ്ഞാന്നിന്റെ തലേന്നാന്ന് തോന്നുന്നു. വാഴ 2 ഇവർ ഒരുമിച്ചാണ് കാണാൻ പോയത്. അങ്ങനെ ഭാര്യയും മക്കളെയും വീട്ടിനകത്ത് തളച്ചിടുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ പാതിരാത്രിയിൽ എന്റെ ഭാര്യയ്ക്ക് 11 മണിക്ക് പോയിട്ട് വരാൻ പറ്റുമോ? പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മാഡം. സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കൂല്ലേ? അച്ഛനും അമ്മയും പാതിരാത്രിക്ക് കിടക്കുന്ന സമയത്ത് ഒളിക്യാമറ വെച്ചിട്ട് അത് കണ്ടന്റ് ആക്കി ആഘോഷിക്കും. മോനെ അടങ്ങ്. ചിലപ്പം അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മനോഹരമായ പല വിധത്തിലുള്ള കണ്ടന്റുകൾ കിട്ടും. അതെടുത്തു വെച്ച് നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ഉണ്ടാക്കി ആഘോഷിക്കും. അന്തസ് വേണോടാ, അന്തസ്.